കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നിലപാട് മയപ്പെടുത്തി ബി.ജെ.പി. എന്നുള്ളതാണ്. ജൻസി പ്രതിഷേധത്തെ രാജ്യവിരുദ്ധതയായി ചിത്രീകരിക്കേണ്ടതില്ല എന്നാണ് ബി.ജെ.പി. വൃത്തങ്ങൾ പറയുന്നത്. യുവാക്കളുടെ സമരത്തെ കടന്നാക്രമിച്ചാൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് നിലപാട് മയപ്പെടുത്തുന്നത്. ബൽറാം നിരങ്ങാടി ആ വാർത്തകൾ ചേരുന്നുണ്ട്. ബൽറാം, അവർ ഉന്നയിക്കുന്ന പ്രശ്നം എന്താണ്? പ്രശ്നം നീറ്റ്, അതിൽ ഗുരുതരമായ പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, സർക്കാരിനും അറിയാം. CBSE പരീക്ഷാ മൂല്യനിർണ്ണയം, അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നമുണ്ട്. അത് ഈ പറയുന്ന ഏജൻസി കോംഡ് ഇല്ല മറ്റേ ഗ്ലോബറിനെ പെരുമാറി വന്ന അടക്കം എല്ലാവർക്കും അറിയാം, സർക്കാരിനും അറിയാം. അതുകൊണ്ട് അവരുണ്ടെങ്കിൽ വിഷയങ്ങളിൽ മെറിറ്റ് ഉണ്ട്. ആ മെറിറ്റിൽ കയറി അവരെ വിമർശിക്കാൻ പോയാൽ തിരിച്ചടിക്കും എന്ന കൃത്യമായ ബോധ്യമുണ്ടോ ബൽറാം? ഹഷ്മി, പ്രവിത, ഈ CJPയുടെ ഉദയത്തിൽ BJP നേതാക്കൾ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരുന്നെങ്കിൽ പിന്നീട് പ്രതികരണങ്ങൾ CJPയെ കുറിച്ച് ഈ ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധത്തെക്കുറിച്ച് പോലും പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നില്ല കാര്യമായി. അതിനിടെ സഖ്യകക്ഷികൾ അടക്കം ഈ ജൻസി പ്രതിഷേധത്തെ അനുകൂലിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്തിയിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ BJP ഈ CJPയുമായുള്ള നിലപാട് മയപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വിവരം BJP വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത്. കാരണം ഇത്തരത്തിൽ യുവാക്കൾ ഉന്നയിക്കുന്ന പ്രതിഷേധത്തെ എതിർക്കുകയാണെങ്കിൽ അവരോടൊപ്പം ഈ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ, ഭരണവിരുദ്ധർ എല്ലാം ചേർന്ന് അതൊരു വലിയ ശക്തിയായി മാറാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഈ നിലപാടിൽ BJP നേതൃത്വം മാറ്റം വരുത്തുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ഒരു CJP പ്രതിഷേധത്തെ അതൊരു രാജ്യവിരുദ്ധ വികാരമായി കാണേണ്ടതില്ല, പ്രവർത്തനമായി കാണേണ്ടതില്ല. മറിച്ച് അതൊരു വിഷയത്തിന്റെ മേലുള്ള കടുത്ത പ്രതികരണം യുവാക്കൾ ഉന്നയിക്കുന്നു എന്ന വിധത്തിൽ മാത്രം അതിനെ വിലയിരുത്തിയാൽ മതി എന്നുള്ളതാണ്. യുവാക്കൾ ഉന്നയിക്കുന്ന വിഷയങ്ങളെ അത് അഭിമുഖീകരിക്കണം. നിലവിലിപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയം നീറ്റ് പരീക്ഷാ പ്രശ്നം, ചോദ്യപേപ്പർ ചോർച്ച, ഒപ്പം തന്നെ CBSE മൂല്യനിർണ്ണയ പ്രശ്നം എന്നിവയാണ്. ഇവ രണ്ടും എന്നാൽ സിസ്റ്റത്തിലെ പിഴവുകൾ കൊണ്ട് സംഭവിച്ച പ്രശ്നങ്ങൾ എന്ന നിലയിൽ ഇതിനെ നേരിടാനുള്ള ഒരു തീരുമാനത്തിലാണ് BJP നേതൃത്വം ഉള്ളത്. എന്നാൽ ഈ ജൻസി വിഭാഗവുമായി ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറല്ല എന്ന് തന്നെയാണ് BJP വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. അത്തരത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ അത് അവരെ അംഗീകരിക്കുന്നതിന് തുല്യമാകും. അതുകൊണ്ട് തന്നെ ഇത് ചർച്ചയ്ക്ക് പകരമായി അവർക്ക് ശരിയായ ഒരു നേതൃത്വമോ സംഘടനാ ഘടനയോ ഇല്ല. അതുകൊണ്ട് തന്നെ അവരുമായി ചർച്ച നടത്തേണ്ടതില്ല എന്ന ഒരു ന്യായീകരണം മുന്നോട്ട് വയ്ക്കാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ BJPയുടെ ന്യായീകരണം ഇന്ത്യയിലെ യുവാക്കൾ അവർ പരമ്പരാഗത രീതികൾ അനുസരിച്ച് വളർന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും രാജ്യവിരുദ്ധരാകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് ആ കാര്യങ്ങളെ അഡ്രസ് ചെയ്യുക, എന്നാൽ അവരെ എതിർക്കേണ്ടതില്ല, അത് അവരുടെ ശക്തി വർദ്ധിപ്പിക്കുമെന്ന ഒരു വിലയിരുത്തലിലാണ് BJP ഉള്ളത്. ഹഷ്മി, പ്രവിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.